മലയാളി ജനകോടികളുടെ ശാപവും പേറി ഗണേശൻ വീണ്ടും മന്ത്രിയാവുകയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ വനം മന്ത്രിയായിരിക്കെയാണ് കേരള കോൺഗ്രസ് ബി നേതാവ് ഗണേഷ് കുമാർ ഇതിനു മുൻപ് രാജിവെക്കുന്നത്. അന്നത്തെ ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയായിരുന്നു ഗണേശൻ്റെ രാജിയിൽ കലാശിച്ചത്. എന്നാൽ ആ കേസ് ഒത്തുതീർപ്പായതോടെ മന്ത്രിസഭയിലേക്ക് തിരികെ വരണമെന്നൊരാഗ്രഹം ഗണേശൻ പ്രകടിപ്പിച്ചു. പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല എന്നാണ് ഉമ്മൻചാണ്ടിക്കെതിരെ നീങ്ങാൻ ഗണേശനെ പ്രേരിപ്പിച്ചത്. അന്നു മുതൽ ഗണേശന് CPMൻ്റെ പിന്തുണ, അതുമുതൽ കേരളം കണ്ട ഏറ്റവും വലിയ ഫ്രോഡായി ഗണേഷ് കുമാർ മാറുകയായിരുന്നു. സോളാർ കേസിലെ തട്ടിപ്പുകാരി നടത്തിയ കേരള വ്യാപകമായ തട്ടിപ്പന്വേഷിക്കാൻ അന്വേഷണ കമ്മീഷനെ വെക്കാനും ഉമ്മൻചാണ്ടി തീരുമാനിച്ചതോടെ ഈ തട്ടിപ്പുകാരിയും ഗണേശനിലെ ഫ്രോഡും ഉമ്മൻചാണ്ടിക്കെതിരെ ഒന്നിച്ചു നീങ്ങി. ജയിലിൽ കിടക്കുകയായിരുന്ന തട്ടിപ്പുകാരി ഗണേശന് കൈമാറിയ 21 പേജുള്ള പരാതിയിൽ 4 പേജ് കൂടി കൂട്ടിച്ചേർത്തു ഗണേശൻ. അതിൽ ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖരെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി കള്ളക്കഥകൾ കെട്ടിച്ചമക്കുകയും അത് കൂട്ടിച്ചേർക്കുകയുമായാണ് ഗണേശൻ ചെയ്തത്. ജയിൽ സൂപ്രണ്ട് ഇത് കണ്ട് കൊട്ടാരക്കര കോടതിയിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ കോടതി തട്ടിപ്പുകാരിയെ 1-ാം പ്രതിയും ഇന്ന് മന്ത്രി കസേരയിൽ ഇരിക്കാൻ പോകുന്ന മന്ത്രി പൂങ്കവൻ ഗണേശനെ 2-ാം പ്രതിയുമാക്കി കേസെടുത്തിരിക്കുന്നു. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള താൽക്കാലിക ജാമ്യത്തിൻ്റെ പിൻബലത്തിലാണ് ഇപ്പോൾ പുറത്തു വന്ന് മന്ത്രിയാകാൻ പോകുന്നത്. ഏത് സമയത്തും ശിക്ഷിക്കാം, അകത്താകാം. ഇതുകൂടാതെ 2-ാമത്തെ കേസ് സ്വന്തം മണ്ഡലമായ പത്തനാപുരത്താണ്. 2021 സമർപ്പിച്ച തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ മുഴുവനും തട്ടിപ്പാണ് പറഞ്ഞത്. അത് KSU നേതാവ് യദുകൃഷ്ണൻ കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഭാര്യയുടെ ഇടപാട് മുഴുവൻ മറച്ചുവെച്ചു എന്നാണ് പറയുന്നത്. 1.25 കോടി നാട്ടിൽ കിട്ടാനുള്ളത് പിന്നീട് കോടതിയിലെത്തുമ്പോൾ ആ രഹസ്യം അങ്ങാടിപ്പാട്ടായി. ഗൾഫിലുള്ള ഫ്ലാറ്റിന് വാങ്ങുമ്പോൾ 1 കോടി രൂപയെന്നും ഇപ്പോൾ 12 കോടി രൂപയെന്നും പറഞ്ഞ് കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കി. മാത്രമല്ല ഫ്ലാറ്റ് വാങ്ങിയ തീയതിയും മറച്ചുവെച്ചു ഗണേശൻ. അങ്ങനെ തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലം മുഴുവൻ തട്ടിപ്പെന്ന് തെളിയുന്നതോടെ MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കാൻ പോകുന്നവനാണ് ഇന്ന് മന്ത്രിസ്ഥാനത്ത് കയറിയിറക്കാൻ പോകുന്നത്. അതിനെല്ലാം അപ്പുറത്ത് ഉമ്മൻചാണ്ടി എന്നൊരു വലിയ മനുഷ്യനെ ഒരു കാരണവുമില്ലാതെ കൊടും വഞ്ചന ചെയ്ത് ജീവിതകാലം മുഴുവൻ വേട്ടയാടി എന്ന് തെളിയിക്കപ്പെട്ട ഒരു മന്ത്രിയാകുമ്പോൾ കേരളം ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ്. അതിനപ്പുറം ഛർദ്ദിച്ചത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ്റെ ഭരണപക്ഷം മലയാളികളുടെ മുൻപിൽ നാണം കെടുകയാണ്. വർഷങ്ങൾക്കിപ്പുറം വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് ഗണേശൻ എത്തുമ്പോൾ ഒരിക്കൽ ഗണേശൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടിയവർ ഇന്ന് അദ്ദേഹത്തെ മന്ത്രി കസേരയിലേക്ക് ആനയിക്കുന്ന കാഴ്ച ആത്മാഭിമാനമുള്ള കേരളം കാണാൻ ആഗ്രഹിക്കുന്നതല്ല. എന്തുകൊണ്ടാണ് ഇടത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു ഗതികെട്ട നീക്കമെന്ന് മലയാളികൾ ചോദിക്കുന്ന ദിവസം കൂടിയാണിന്ന്. ഒരു പാവം മനുഷ്യനെയും ഇന്ത്യൻ ഭരണഘടനയെയും ഒക്കെ പറ്റിച്ചും വഞ്ചിച്ചുമുള്ള ഗണേശൻ്റെ ഈ മന്ത്രി കസേരയ്ക്ക് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ കേരളം കൽപ്പിക്കുന്നുള്ളൂ. ഇനി എത്ര വലിയ മന്ത്രിയായാലും താൻ ഗണേശൻ തന്നെയാണ്. ഒരു കേസുകളുടെ കുരുക്കുകളിൽ നിന്നും ഗണേശൻ രക്ഷപ്പെടാൻ പോകുന്നില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെ കണ്ണുനീർ വീണ മണ്ണ് ചവിട്ടിയാണ് തൻ്റെ യാത്ര. എല്ലാവരും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുവെക്കുന്ന നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തൻ്റെ സ്ഥാനാരോഹണം. ഇത് ഇന്ന് മലയാളികളെല്ലാം വിളിച്ചു പറയുന്ന വാക്കുകളാണ്.